ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഐഷാൽ ഹോസ്പിറ്റലിലേക്ക് കാഞ്ഞങ്ങാട്. ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ നെസിയാണ് കേട്ടോ. ഞാനും എൻ്റെ ചങ്ങായിയാണ് പോകുന്നത്. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓള് ആക്സിഡൻ്റ് ആയിട്ട് കാല് പൊളിഞ്ഞിട്ട് ഓള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഓളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓളിപ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ പോകുന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. കാഞ്ഞങ്ങാട് ഐഷാൽ ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പോൾ ഈ ഓക്ക് അങ്ങനെ ആയതുകൊണ്ട് അങ്ങ് ഭയങ്കര ബേജാറുണ്ടായിന് കേട്ടോ. കുറേ ആൾ പോയി, നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറേ ആൾ പോയിന്. അപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് തലനൊമ്പലും ജലദോഷമായിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ മറ്റേ ചങ്ങായിനും കൂട്ടിയിട്ടാണ് ഇന്ന് ഞമ്മ ഓളെ നോക്കാൻ പോകുന്നത്. അങ്ങനെ അമ്മയില്ലേ ഹോസ്പിറ്റലിലേക്കെല്ലാം എത്തിയിട്ട് സ്റ്റെപ്പ് കയറാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് സ്റ്റെപ്പൊന്നും വേണ്ട, നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ലിഫ്റ്റിൽ കയറിയേട്ടാ. എന്ത് സൗകര്യം അറിയോ, നല്ല വൃത്തിയും മനോഹരം എല്ലാം ഉണ്ടായിട്ടാ. പിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പെങ്ങളെയും കൊണ്ട് ഞാൻ വന്നിനി. ഞങ്ങൾ വരലുണ്ട്, പക്ഷെ മേലെ പോയിട്ട് പരിചയമൊന്നുമില്ല. ഇതാദ്യമായിട്ട് അത് മേലെ അഡ്മിറ്റായ ഒരാളെ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റെല്ലാം കയറിയിട്ട് നമ്മളെ കൂടെ ഒരാണുങ്ങ ഉണ്ടായിനി. അങ്ങനെ ഞമ്മ അവിടെ എത്തി റൂമിൽ പോകുന്നുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചെങ്കിൽ മീത്ത് എത്തിയിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് റൂമും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നമ്മൾ റൂമിന് നമ്പറെല്ലാം പറഞ്ഞു തന്നിനി, പക്ഷെ ആ നമ്പർ അങ്ങോട്ടും പോന്ന് ഇങ്ങോട്ടും പോന്ന് ലാസ്റ്റ് അങ്ങോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പൊട്ടന്മാറ പോലെ. എന്നിട്ട് നോക്കുമ്പോൾ ഈ ലൈനിലൊന്നല്ല ഇവരെ റൂമുള്ളത്. എന്നിട്ട് വീണ്ടും ആ തലേന്ന് ഈ തല വരെ നടന്നിട്ട് പൊട്ടന്മാറാണൊക്കെ പിന്നെയും നടന്നുകൊണ്ട് പോയേട്ടാ. എന്നിട്ട് ആ സിസ്റ്ററോട് ചോദിച്ച് ഇന്ന് നമ്പർ എവിടെ ഉള്ളതെന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈല പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈല വീണ്ടും നടന്നുകൊണ്ട് പോയി കേട്ടോ. ഈ മേലാകുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ നേരെ നടന്നുകൊണ്ട് പോയി. അങ്ങനെ ഓളെ റൂമിലേക്കെല്ലാം എത്തി. റൂമിലെത്തുമ്പോഴത്തേക്ക് കുറേ ആളെല്ലാം ഉണ്ടായിനി. നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാം വന്നിട്ട് പോകുന്നതെല്ലാം ഉണ്ടായിനി. പിന്നെയും ഉണ്ട് അവിടെ ആൾ, ഓളെ ഏട്ടത്തിയും ഏട്ടത്തിൻ്റെ മക്കളും പിന്നെ ഫാമിലിയെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് സങ്കടം വിഷമങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ നിനക്കൊരു ജ്യൂസ് കൊണ്ട് തരാം. എന്നിട്ട് താഴെ പോയി കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് വേണമെങ്കിലും ഉണ്ട്, ചായ ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് ക്യാൻറ്റീനിൽ കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഒരു 10 മിനിറ്റ് നിന്ന് ഭയങ്കര തിരക്കുണ്ടായിന്. എന്നിട്ട് ഞാൻ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസും കൊണ്ട് നേരെ ഞാൻ ഓളെ റൂമിലേക്ക് വിട്ടേട്ടാ. ലിഫ്റ്റിൽ പോകാൻ എന്തോ ഒരു മജ തന്നെ. അങ്ങനെ ഓളയിൽ ഞാൻ ജ്യൂസും കൊടുത്ത് ഓളേട്ടത്തിൻ്റെ മോളയിൽ ജ്യൂസും കൊടുത്തിട്ട് ഓളോട് സലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടാ. വരുമ്പോഴത്തേക്ക് നമ്മളെ സ്വന്തമായ പീടിയുണ്ട്. ആ പീടിയിൽ നിന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടേനി. സാധനമെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വിട്ടു ഓട്ടോറിക്ഷയിൽ. എന്നിട്ട് നമ്മളെ പൊരക്കേക്ക് എത്താനായി മക്കളെ. പയിച്ചിട്ടും തായ്ച്ചിട്ടും കഴിയുന്നില്ല. നേരെ പോയിട്ട് പാല് ചൂടാക്കിയിട്ട് ഹോർലിക്സ് ആക്കി. അപ്പോഴത്തേക്ക് ഇച്ചേണ്ടേന് അപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ കേക്കും അതെല്ലാം ഉണ്ടേനി. തട്ടി മുട്ടി ചക്കളിയും എല്ലാം തോന്നിട്ട് വിശപ്പടിക്കും മക്കളെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.